നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സിനിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഖി രാജീവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, നീ എന്തെങ്കിലും രഹസ്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഖി പറയുന്നുണ്ട്, എനിക്ക് രാജീവേട്ടനെ ഇങ്ങനെ സ്നേഹിക്കണം, നമുക്ക് ഒരുമിച്ച് മരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുകട്ടോ ചെയ്യുന്നത്. എന്തിനാണ് നീ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ കുറേ നാൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് രാജീവൻ പറയുന്നു. പിന്നീട് ശാരിക എവിടെയുണ്ടെന്ന് അന്വേഷിക്കുകട്ടോ ചെയ്യുന്നത് രാഖി. അങ്ങനെ കൊച്ചുറാണി എന്ന് പറയുന്ന രാഖിയുടെ ഫ്രണ്ടിനെ വിളിക്കുമ്പോഴത്തേക്കും ഷീല എന്നോ ശാരികയെ കണ്ടതായിട്ട് പറയുക ചെയ്യുന്നത് രാഖിയുടെ അടുക്കെ. ഷീലയുടെ നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ രാഖി. ഇങ്ങനെ ഷീലയെ വിളിച്ചു വരുത്തുക ചെയ്യുന്നത് ശാരികയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ജയയാണെങ്കിൽ രാജീവിൻ്റെ ഓഫീസിൽ വന്ന് രാജീവിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീയും രാഖിയും തമ്മിലുള്ള ബന്ധം പിരിയണമെന്നും അതാണ് എൻ്റെ ആവശ്യമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന രാജീവൻ ഞെട്ടുക ചെയ്യുന്നു. എന്നിട്ട് ജയയുടെ മുഖത്തടിച്ച പോലെ തന്നെ രാജീവൻ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, എനിക്ക് രാഖിയെ പിരിഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല, അവളെൻ്റെ ഭാര്യ മാത്രമല്ല എൻ്റെ 2 മക്കളുടെ അമ്മയാണ്. മറ്റുള്ളവർ പറയുമ്പോൾ പിരിയാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം, ഞങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ചേച്ചിയാണെന്ന് പോലും ഞാൻ നോക്കൂല എന്ന് തുറന്നടിക്കുകയാട്ടോ ചെയ്യുന്ന രാജീവൻ. പിന്നീട് ഷീലയെ രാഖി വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് രാഖി ചോദിക്കുന്നുണ്ട്, എവിടെ വെച്ചിട്ടാണ് ശാരികയെ കണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമയത്താണ് കണ്ടതെന്ന് ഷീല പറയുന്നത്. അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അടിമാലിയിലായിരുന്നു എന്ന് പറയുകട്ടോ ചെയ്യുന്നത്. അടിമാലിയിലായാലും കൊള്ളാം, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും കൊള്ളാം, ശാരികയെ തിരക്കി ഞാൻ പോകുമെന്ന് പറയുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ വക്കീലിനെയും വിളിച്ചു വരുത്തുന്നുണ്ട്, ശാരികയുടെ കുടുംബ വക്കീലിനെ. അപ്പം അവരോട് രണ്ടുപേരുമായിട്ട് രാഖി പറയുകട്ടോ ചെയ്യുന്നത്, എവിടെ പോയി ശാരിക ഇരുന്നാലും ഞാൻ ശാരികയെ കണ്ടെത്തും, കാരണം ശാരികയെ കണ്ടെത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്, അവളെ കണ്ടെത്തിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയട്ടോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവളെ ഏൽപ്പിക്കാനുമുണ്ട്, ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാനുമുണ്ട് എന്നൊക്കെ പറയുന്നു. രാജേന്ദ്രൻ ഈ നീക്കം മണത്തറിയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഖി ശാരികയെ അന്വേഷിക്കുന്ന കാര്യം ഇവരോട് സംസാരിക്കുന്നതും രാജേന്ദ്രൻ ഒളിഞ്ഞു കാണുകട്ടോ ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് രാജേന്ദ്രൻ ഒരു കാര്യം തീരുമാനിക്കാട്ടോ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ ശാരിക എവിടെയുണ്ടോ അവളെ പൊക്കണം, ഇവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവളെ കണ്ടുപിടിക്കണമെന്നും ഇവരുടെ നീക്കം എന്തായാലും അത് തടയണമെന്നും വിചാരിക്കുകയാട്ടോ ചെയ്യുന്നത്. കാരണം ശാരികയുടെ വയറ്റിൽ വളരുന്നത് രാജേന്ദ്രൻ്റെ കുഞ്ഞാണല്ലോ, അതൊരിക്കലും രാഖിയെ അറിയാനായിട്ട് പാടില്ല എന്ന് രാജേന്ദ്രന് വളരെ നിർബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജേന്ദ്രൻ്റെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീഴുകയും ചെയ്യും. രാഖി ശാരികയെ അന്വേഷിക്കുന്ന കാര്യം അങ്ങനെ രാജീവൻ മനസ്സിലാക്കുകയാട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന രാജീവന് രാഖിയിൽ സംശയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് രാഖി ഇതെല്ലാം ചെയ്യുന്നതെന്നും രാജീവൻ മനസ്സിൽ കരുതുകയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാജേന്ദ്രൻ്റെ അടുത്ത ചതിയാണ് കേട്ടോ. അതായത് ജയരാമൻ്റെ അടുക്ക പറയുന്നുണ്ട്, ഇത് അമ്മ ഒപ്പിടേണ്ട കുറച്ച് പേപ്പറുകളാണെന്നും ചേട്ടൻ ഇതിൽ അമ്മയെ കൊണ്ട് മയത്തിൽ ഒപ്പിടിപ്പിച്ച് മേടിക്കണമെന്നും പറയുന്നു. അപ്പോൾ ജയരാമൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒപ്പിടാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പം ഈ നീക്കം ആരതി ഒളിഞ്ഞ് കേൾക്കുക കേട്ടോ ചെയ്യുന്നത്. അതായത് മുദ്രപത്രങ്ങളാണെന്നും ഇതിലെല്ലാ സ്വത്തുക്കളുടെയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നും ഇതിലാണ് ഒപ്പിടിപ്പിക്കേണ്ടതെന്നും പറയുന്നു. അപ്പോൾ ജയരാമൻ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും രാജേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ അമ്മ ഒപ്പിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും അതോർത്ത് ചേട്ടൻ വിഷമിക്കേണ്ട എന്നും ബാക്കി ഞാൻ ഏറ്റുന്നും അവരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ഇതെല്ലാം ഒപ്പിടിപ്പിച്ച് മേടിക്കുമെന്നും പറയുന്നു. അപ്പോൾ ആരതിക്ക് മനസ്സിലാവുന്നുണ്ട് രാജേന്ദ്രൻ എന്ത് ചതി ചെയ്തും സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കുമെന്ന്. പിന്നീട് രാജേന്ദ്രൻ എന്താണ് ചെയ്യുന്നതെന്ന് ആരതി നോക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച രാജേന്ദ്രൻ പോയി തൻ്റെ മേശ വലുപ്പിൽ നിന്ന് ആ തോക്ക് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് രാജേന്ദ്രൻ്റെ തന്ത്രം. അങ്ങനെ അമ്മ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ വെടിക്ക് കൊല്ലാനും പ്ലാൻ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന ആരതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇയാളെ സ്വത്തുക്കൾ നേടിയെടുക്കും, അമ്മയെ രക്ഷിക്കണമെന്നും ഈ സത്യങ്ങളെല്ലാം ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്നും ഇയാൾ അതിർവരമ്പുകൾ ലംഘിച്ചുവെന്നും ശാരികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനും ഇപ്പോൾ അമ്മയെ കൊല്ലാൻ നോക്കുന്നതും സ്വത്തിൻ്റെ പേരിലും എല്ലാം ഇയാൾ ഒറ്റൊരുത്തനാണെന്ന് രാജീവനെയും രാഖിയെയും അറിയിച്ചേ മതിയാവുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ എത്തുക കേട്ടോ ചെയ്യുന്നത് ആരതി. അങ്ങനെ ആരതി ആ കാഴ്ച കാണുന്നതോടുകൂടി ആരതി ഈ തീരുമാനത്തിലെത്തുന്നു. ആരതി നേരെ രാജീവനെയും രാഖിയുടെ അടുക്കിലേക്ക് ചെയ്ത എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതോടുകൂടി രാജേന്ദ്രനെ പണി കിട്ടുക കേട്ടോ.